ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനായിട്ട് ക്ലബ് ഹൗസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ക്ലബ് ഹൗസിനെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് വന്ന ഒരു വിഷയമാണ്. ക്ലബ് ഹൗസിനകത്ത് നമ്മൾ ഇത് ഇൻസ്റ്റോൾ ചെയ്ത സമയത്ത് കൊടുത്തിരിക്കുന്ന യൂസർ നെയിം. ഇപ്പോൾ ഈ ഒരു സ്ക്രീനെ കാണുന്നത് പോലെ അലക്സാൻഡ്രൂസ് എന്ന് പറയുന്ന ആ ഒരു നെയിമും @Alex Vlogs അതാണ് ഞാൻ യൂസർ നെയിമായിട്ട് കൊടുത്തത്. ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ഒറ്റ വാക്കിൽ പറയാം. iOSൽ അതായത് ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് വൺ ടൈം ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നൽകുന്നുണ്ട്. പക്ഷേ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഇത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നൽകിയിട്ടില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് ആൻഡ്രോയിഡ് യൂസേഴ്സിന് ആ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് എന്നാണ് സപ്പോർട്ട് ടീമിൽ നിന്നും അറിയാനായിട്ട് കഴിഞ്ഞത്. ഇനി ഈ പറയുന്ന യൂട്യൂബിനകത്ത് ടൈറ്റിലെല്ലാം കിടക്കുന്നത് ഹൗ ടു ചേഞ്ച് ദ നെയിം ഓഫ് ക്ലബ് ഹൗസ് ഇൻ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേ അവരൊക്കെ കാണിക്കുന്നത് ഐഫോൺ വെച്ചിട്ടുള്ള ഡെമോയാണ് കാണിക്കുന്നത്. അപ്പോൾ ഐഫോൺ യൂസേഴ്സാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ പ്രൊഫൈലിൻ്റെ താഴെയുള്ള നെയിമേൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെയിം ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവിടെ ലഭിക്കുന്നതാണ്. പക്ഷേ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഇതിപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോണാണ്, ഞാനിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് എനിക്ക് അവിടെ ഒരു ഓപ്ഷൻ ലഭിക്കുന്നില്ല. അപ്പോൾ ആൻഡ്രോയിഡിനകത്ത് ഇത് ലഭ്യമല്ല എന്ന് ഞാൻ എവിടെ നിന്നാണ് പറഞ്ഞതെന്നും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ക്ലബ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സംശയങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടും. സെറ്റിങ്സ് എടുക്കുന്നു, FAQ ആൻഡ് കോൺടാക്റ്റ് അസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇതിനുള്ളിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴേക്കും ആൻഡ്രോയിഡ് FAQ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറേ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ആൻഡ്രോയിഡ് ഫോണിനകത്ത് ക്ലബ് ഹൗസ് ഇൻസ്റ്റോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ആൻഡ്രോയിഡിൻ്റെ OS വെർഷൻ 7 അതിന് മുകളിലോട്ടുള്ള ഫോണിൽ മാത്രമാണ് ക്ലബ് ഹൗസ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ്രോയിഡിനകത്ത് ഇപ്പോൾ കറൻ്റ്ലി ഇല്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. അതായത് എത്രയും പെട്ടെന്ന് വരും എന്നാണ് പറയുന്നത്. ടോപ്പിക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ലോക്കലൈസേഷൻ ആൻഡ് ഇൻ ആപ്പ് ട്രാൻസ്ലേഷൻസ്, അപ്ഡേറ്റ് നെയിം ഓർ അപ്ഡേറ്റ് യൂസർ നെയിം ഇൻ ആപ്പ്, പേയ്മെൻറ്റ്സ്, സൈഡ് ബാർ, റിപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിന് സാധിക്കുന്നതല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത്. പിന്നീട് യൂട്യൂബിനകത്ത് ഇങ്ങനത്തെ ടൈറ്റിലിൽ വീഡിയോസ് വരുന്നത് ഒരു പക്ഷേ അവർക്ക് ആൾക്കാരിത് സെർച്ച് ചെയ്യുന്നുണ്ട്, ഒരു ക്ലിക്ക് കിട്ടാനായിട്ടായിരിക്കും. പക്ഷേ ആൻഡ്രോയിഡിനകത്ത് ഇതുവരെയും ഈ ഒരു ഫീച്ചർ ലഭ്യമല്ല. ഒരു പക്ഷേ അടുത്ത ഒരു അപ്ഡേറ്റിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ലഭ്യമായേക്കാം. പക്ഷേ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, നമുക്ക് നെയിം വൺസ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ്. എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പലർക്കും പറ്റിയ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആപ്പ് എടുത്തപ്പം എന്തെങ്കിലുമൊക്കെ തോന്നുന്ന പേരായിരിക്കും കൊടുത്തത്. പിന്നീട് അത് സീരിയസ് ആയിട്ട് എടുത്തപ്പോഴാണ് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ആൻഡ്രോയിഡിനകത്ത് ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നെയിമേൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള റീസെൻറ്റ് അപ്ഡേറ്റ്സ് ജെനുവിനായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.